ഇതിലേറെ പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി, നമ്മുടെ ജില്ലയുടെ കൂടെ ചാർജുള്ള ഏറെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സുരേഷ് ജി, പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരിയും അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് ചാർജുള്ള ശ്രീമതി MP അഞ്ജന, പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള മുൻ ജില്ലാ അധ്യക്ഷൻ, തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ്, ഇപ്പോൾ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ BB ഗോപകുമാർ അവർകൾ, നമ്മുടെ എല്ലാം പ്രിയങ്കരനും ഈ കെട്ടിടത്തിന് വേണ്ടുന്ന തുടക്കം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു മിനിമം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ചങ്ങനാശ്ശേരിക്കാരനായിട്ടുള്ള തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ BJPയുടെ ഓഫീസുകളുടെ സംസ്ഥാന കൺവീനർ ശ്രീമാൻ MP രാജഗോപാൽ അവർകൾ, ശ്രീ ഗോപിച്ചേട്ടൻ അടക്കം വേദിയിൽ ബഹുമാനരായിട്ടുള്ള മുൻ ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിമാർ, NDAയുടെ സ്ഥാനാർത്ഥികൾ ശ്രീ കരുനാഗപ്പള്ളി VS ജിതിൻ ദേവ്, ഇരുവൂരം സജി D ആനന്ദ്, കുണ്ടറ റോബിൻ, ചവറ KR രാജേഷ്, അങ്ങനെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ അടക്കം എൻ്റെ ബഹുമാനരായിട്ടുള്ള സഹപ്രവർത്തകർ, ഏറെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അടക്കം ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്. BJPയെ സംബന്ധിച്ച് BJPയുടെ പ്രവർത്തകന്മാർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ 12 വർഷക്കാലമാണ് നമുക്ക് ഈ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നത്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് ഒട്ടനവധി ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട്, നൂറുകണക്കിന് സഹപ്രവർത്തകന്മാരെ ബലി കൊടുത്തുകൊണ്ട്, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന കേരള സംസ്ഥാനത്ത് ഈ സംഘടനയെ ഒന്ന് പടുത്തുയർത്തുവാൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു യൂണിറ്റ് തുടങ്ങുവാൻ, ഒരു ബൂത്ത് കമ്മിറ്റി തുടങ്ങുവാൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു ശാഖ തുടങ്ങുവാൻ, ആ ശാഖയിൽ പോയാൽ കല്ലെറിയുന്ന ഒരു കാലഘട്ടം, ആ ശാഖയിൽ പോകുന്ന സ്വയം സേവകരെ കള്ളക്കേസിൽ പെടുത്തുന്ന ഒരു പോലീസ് നയം, അങ്ങനെ ഒരു സ്ഥലത്തിൽ പോലീസിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അടിച്ചമർത്താനുള്ള ബോധപൂർവം പരിശ്രമം നടത്തുന്ന 2 മുന്നണികൾ, അതോടൊപ്പം കായികമായി നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടനകളും CPM അടക്കമുള്ള സംഘടനകളും, ഒരുപക്ഷെ ഒരു ജനപ്രതിനിധി പോലും ആകാൻ കഴിയില്ല, കേരളത്തിന്റെ മണ്ണിൽ BJPക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നമ്മൾ നോക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നൂറുകണക്കിന് ബലിദാനികൾ, ജീവിച്ചിരിക്കുന്ന ബലിദാനികൾ, ആയിരക്കണക്കിന് സഹപ്രവർത്തകന്മാർ, ഈ ആശയം ഒന്ന് പടുത്തുയർത്താൻ വേണ്ടി ഇന്ന് ജയിലിൽ കഴിയുന്നവർ, അങ്ങനെ ഒട്ടനവധി ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ നടത്തി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും, അതോടൊപ്പം നമ്മെ ഈ വലിപ്പത്തിലാക്കിയ, നമ്മെ നാമാക്കിയ, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലും ഭാവത്തിലും ആക്കിയ നമ്മുടെ മാതൃസംഘടനയായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം അടക്കമുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങൾ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ, കേരളത്തിൽ നമുക്കൊരു MP ഉണ്ട്, തൃശ്ശൂര്. കേരളത്തിന്റെ ത്രിതല കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് ഭരിക്കാൻ കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസം രാജീവേട്ടൻ സൂചിപ്പിച്ചു, രാജീവേട്ടൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ് കഴിഞ്ഞ ദിവസം 1 വർഷം പൂർത്തീകരിച്ചു. നമുക്ക് നിരവധി സംസ്ഥാന അധ്യക്ഷന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അവരവരുടെ രീതിയിൽ പ്രഗത്ഭന്മാരാണ്, നമുക്ക് ആർക്കും തർക്കമില്ല. പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർ. പക്ഷേ രാജീവേട്ടനെ സംബന്ധിച്ച് ഒരു പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു വികസനം, ഒരു 10-18 വർഷക്കാലം രാജ്യസഭാ MPയും 3.5 വർഷക്കാലം കേന്ദ്രമന്ത്രിയുമൊക്കെ ആയി പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമഗ്രമായ വികസനം കേരളത്തിലും സാധ്യമാകണമെന്ന് അടിവരയിട്ട് നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്ന ചുമതലയിലേക്ക് അദ്ദേഹം വരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു സുവർണ കാലഘട്ടമാണ് കഴിഞ്ഞ 1 വർഷക്കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. ആ കഴിഞ്ഞ ത്രിതല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, വീണ്ടും നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം, ആ ഭരണ നേതൃത്വത്തിൽ അദ്ദേഹം വെച്ചിരുന്ന കഴിവുകൾ,
സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വികസിത കേരളം എന്ന കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ രസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വികസിത കേരളം. ആ മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നത്. നമ്മെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചരിത്രം എഴുതിക്കൊണ്ട് കേരളത്തിൽ BJPയുടെ ജനപ്രതികൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളം നമ്മൾ ഭരിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിലാണോ വേണ്ടത്, അടുത്ത തെരഞ്ഞെടുപ്പിലാണോ വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹമാണ്, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനങ്ങളോട് ഞങ്ങൾ 77 പതിറ്റാണ്ട് കാലത്തെ ഭരണത്തെ വൈകല്യത്തെക്കുറിച്ച്, ആ ഭരണത്തിന്റെ അഴിമതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉയർത്തുന്ന, ഞാൻ പറഞ്ഞു, വികസിത കേരളം. അപ്പോ നമുക്കറിയാം, രാജീവേട്ടനോട് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലും അദ്ദേഹം കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹം, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം നിയമസഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ആ തിരക്കുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകന്മാരെ ജയിപ്പിക്കുവാൻ, വ്യക്തിപരമായി അദ്ദേഹത്തിന് ജയിക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം, അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് നിയമം മാത്രം കേന്ദ്രമാക്കി പ്രവർത്തിക്കാം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നത് കായംകുളം നിയമസഭാ മണ്ഡലത്തിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ, ആ സംസ്ഥാന അധ്യക്ഷൻ കട്ടയ്ക്ക് നിന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഈ അഭിമാന സൗധം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സംസ്ഥാന അധ്യക്ഷന്റെ കട്ടയ്ക്കുള്ള പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പൂർത്തീകരിക്കുക. ഒരുപക്ഷെ പൂർത്തീകരിക്കും, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയും. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ജില്ലാ ഓഫീസിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കണം. അതിന് സംസ്ഥാന തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സഹായവും അദ്ദേഹം ചെയ്യാൻ തയ്യാറായി. രാജഗോപാലേട്ടൻ അടക്കം ഇവിടെ ഇരിപ്പുണ്ട്, സുരേഷ് അടക്കം. പ്രിയമുള്ളവർ, ഇതിന്റെ നമ്മൾ ഈ കെട്ടിടത്തിലേക്ക് പോകുന്ന സമയത്ത് ഗോപിച്ചേട്ടൻ അവിടെ നിന്ന് സൂചിപ്പിച്ചു, നമ്മൾ ഗോപിച്ചേട്ടൻ ജില്ലയുടെ അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് ഈ ഭൂമി 12 സെന്റ് ഭൂമി നമ്മൾ വാങ്ങുന്നത്. ആ ഭൂമി വാങ്ങുമ്പോഴും ആ ഭൂമി തന്നവരെ നമ്മൾ ഓർക്കണം. ഞാൻ നേരിട്ട് അവരുടെ വീടുകളിൽ പോയി, എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തനായിട്ടുള്ള ജമുൻ ജഹാംഗീർ. ആ ജമുൻ ജഹാംഗീറിന്റെ മാതാവിന്റെയും ജമുൻ ജഹാംഗീറിന്റെ മാമന്റെയും കൂടിയിട്ടുള്ള ഓഹരിയാണ് അന്ന് ഗോപിച്ചേട്ടന്റെ കാലഘട്ടത്തിൽ നമുക്ക് പാർട്ടിയുടെ ജില്ലാ ഓഫീസായി തന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ നമ്മളെ ആട്ടിപ്പായിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അതിനുശേഷം ബഹുമാനായിട്ടുള്ള ഗോപൻ സാറ് ജില്ലാ അധ്യക്ഷനായി വരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കല്ലിട്ടതും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമെല്ലാം അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമ്മെ സംബന്ധിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട്. ഇവിടെ സുരേന്ദ്രൻ ചേട്ടനോടുണ്ട്, നെടുമ്പന ഓമനക്കുട്ടനുണ്ട്, ജിതിൻ ദേവ് ഉണ്ട്, കുണ്ടറ അനിലുണ്ട്. അങ്ങനെ നിരവധി സഹപ്രവർത്തകന്മാർ നമ്മുടെ ജില്ലയിൽ ഈ ഓഫീസിന്റെ ഇപ്പോഴത്തെ ടീമിലുള്ള പ്രവർത്തകരുണ്ട്. നമ്മുടെ കെട്ടിടത്തിന്റെ കൺവീനറായിട്ടുള്ള ശ്രീമാൻ മാലുമേൽ സുരേഷ് ജില്ലയുടെ കൺവീനറായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് ഇതിന്റെ മേൽനോട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഏറ്റവും ഓർമ്മിപ്പിക്കേണ്ടത് ഈ കെട്ടിടത്തിന്റെ കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ, ആലപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൈലാസ് കൺസ്ട്രക്ഷൻ. കൈലാസും ഈ വേദിയിൽ തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ആ കൈലാസിന്റെ സഹോദരനായിട്ടുള്ള ശ്രീമാൻ ഹരിയുമാണ് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അവരിതിന് തൊട്ടു മുമ്പ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസും അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഞാനും ബഹുമാനായിട്ടുള്ള ഗോപകുമാർ സാറും കൂടി നേരിട്ട് അവിടെ പോകുകയും ആ ആലപ്പുഴ ജില്ലാ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വീക്ഷിക്കുകയും ചെയ്തതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അന്ന് ബഹുമാനായിട്ടുള്ള നമ്മുടെ സംഘടനാ സെക്രട്ടറി ഗണേഷിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ പ്രവർത്തനം അവരെ നമ്മൾ ഏൽപ്പിക്കുന്നത്. വളരെ ഭംഗിയായി അവരുടെ ഒരു വീട് പണിയുന്നത് പോലെ ഇവിടെ വന്ന് നിന്ന് താമസിച്ച് നമ്മൾ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞ തീയതിയിൽ, നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയ കൈലാസിനെയും ഈ സമയത്ത് ഞാൻ ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കെട്ടിടത്തിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന രാജഗോപാലേട്ടൻ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ്. കാര്യം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആദ്യ കല്ലിടിയിൽ തുടങ്ങി ഇതിന് മുന്നോട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു സഞ്ചിയൊക്കെ തൂക്കി, ഒരുപക്ഷെ നമ്മളെ വിളിക്കത്തൊന്നുമില്ല, പുള്ളി നേരെ ഇനി ഇവിടെ വരും. ഇവിടെ വന്നിട്ടായിരിക്കും ചോദിക്കുമ്പോൾ അത് പ്രശാന്തും ഗോവൻ സാറും ഒക്കെ തിരക്കല്ലേ, ഞാൻ വന്ന് നോക്കിയിട്ട് അങ്ങ് പൊക്കോളാം
എന്നാണ് ബഹുമാനായിട്ടുള്ള രാജഗോപാലേട്ടൻ നമ്മോട് പറയുന്നത്. നമ്മുടെ ഒപ്പം നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാജീവേട്ടൻ സഹായിച്ചതുപോലെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു വലിയ സഹായം നമുക്ക് കിട്ടി. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം സ്മരിക്കുകയാണ്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ ഒരു നജീബ് സാറുണ്ട്. അദ്ദേഹം റിട്ടയർഡ് DYSP ആണ്. നജീബ് സാർ ഉണ്ടോ അവിടെ? സാറ് നമ്മുടെ പാലുകാച്ച് ചടങ്ങിൽ സാറ് അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ നിർമ്മാണ വസ്തു വാങ്ങുന്ന കാലഘട്ടം മുതൽ നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഒരു സഹോദരനെ പോലെ, ജ്യേഷ്ഠ സഹോദരനെ പോലെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാരണവരെ പോലെ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് ബഹുമാനായിട്ടുള്ള നജീബ് സാറാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം സ്മരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഒരു സാമ്പത്തിക സമാഹരണമായിട്ടൊക്കെ പോയ സമയത്ത്, ഈ പുതിയ ജില്ലാ സംവിധാനം വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രിയപ്പെട്ട ശ്യാമേട്ടനാണ്. ശ്യാമേട്ടൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. അതോടൊപ്പം തന്നെയാണ് ശ്രീ ഹരീഷ് തെക്കടം, നമ്മുടെ ബഹുമാനായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ശ്രീലാൽ അടക്കം മറ്റ് എല്ലാ സഹപ്രവർത്തകരും അവരുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി സഹായങ്ങൾ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ആളായും അർത്ഥമായും സാമ്പത്തികമായും ഒക്കെ നമ്മളെ സഹായിക്കാൻ മുന്നിട്ട്. ഒരുപക്ഷെ നമ്മുടെ ജില്ലയുടെ ട്രഷറായിട്ടുള്ള രാജംപിള്ള ചേട്ടൻ അവിടെ ഉണ്ട്. അദ്ദേഹവും ജില്ലാ ട്രഷറായതിനു ശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. എൻ്റെ പ്രിയപ്പെട്ട 3 ജനറൽ സെക്രട്ടറിമാർ പ്രകാശ് പാപ്പാടി, ജിതിൻ ദേവ്, വിനോദ് ഇടവട്ട അടക്കം. അതിൽ ജിതിൻ ദേവ് സ്ഥാനാർത്ഥിയാണ്, പ്രകാശ് ചാത്തന്നൂർ ചാർജാണ്, വിനോദ് കുണ്ട്ര ചാർജാണ്. എങ്കിലും അവരും അവരുടേതായ സമയപരിധിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം അവരെയും ഹൃദയപൂർവ്വം സ്മരിക്കും. അതോടൊപ്പം പ്രിയപ്പെട്ട ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹി, മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള, ഞാൻ പറഞ്ഞു ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഉദയണ്ണൻ അടക്കം ഇവിടെ ഉണ്ട്. അജിത്തമ്മച്ചി വീട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ബാലൻ മുണ്ടക്കൽ ബാലനൊക്കെ കഴിഞ്ഞ കുറേ ദിവസം ഒരു ഫുൾ ടൈമറെ പോലെ ഒരു മുഴുവൻ രാത്രിയൊക്കെ പോകാതെ ഇവിടെയൊക്കെ തന്നെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി, കൃഷ്ണകുമാറും സുരാജും അടക്കം, അഭിലാഷും, അങ്ങനെ ഒട്ടനവധി പേരുകളുണ്ട്. ഞാൻ എല്ലാവരും ദയവ് ചെയ്ത് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം വിട്ടുപോയിട്ടുള്ളതല്ല. ഈ തിരക്കിന്റെ ഒരു ആധിക്യത്തിൽ ഞാൻ കുറച്ചൊക്കെ പേരൊക്കെ ഞാനന്ന് എഴുതി വെച്ചിരുന്നു. പക്ഷെ കുറെയൊക്കെ വിട്ടുപോകും, സ്വാഭാവികമാണ്. അതെല്ലാം സദയം ക്ഷമിച്ചുകൊണ്ട് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മാർച്ച് മാസം 25 നമ്മുടെ മുന്നിൽ 14 ദിവസം. നമ്മുടെ മുന്നിൽ 14 ദിവസമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം ഇടത്തോട്ടാണോ പോകേണ്ടത്, കേരളം വലത്തോട്ടാണോ പോകേണ്ടത്, കേരളം നേരായ ദിശയിലാണോ സഞ്ചരിക്കേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പ്. ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ നേരായ ദിശയിൽ സഞ്ചരിക്കും. വികസനം വേണമെന്ന നിലയിൽ സഞ്ചരിക്കും. വികസനമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ നേരായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മുടെ പ്രിയപ്പെട്ട NDAയുടെ സ്ഥാനാർത്ഥികൾ, പ്രിയപ്പെട്ട BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളിത് മെയ് മാസം 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വിപുലമായ കൂടൽ നമ്മുടെ ജില്ലയുടെ എല്ലാ മണ്ഡലം അടിസ്ഥാനത്തിൽ അങ്ങനെ ജില്ലയുടെ സഹപ്രവർത്തകരെല്ലാം കൂടി നമ്മളൊന്ന് മെയ് മാസം 4-ാം തീയതിക്ക് ശേഷം നമ്മുടെ ജയിച്ചിട്ടുള്ള MLAമാർ ചാത്തന്നൂരും കരുനാഗപ്പള്ളിയും കൊല്ലവും ചവറയും കുണ്ട്രയും അടക്കമുള്ള നമ്മുടെ നിയമസഭാ മണ്ഡലം ഇരവിപുരം നമ്മുടെ പ്രിയപ്പെട്ട സജി ഡി ആനന്ദ്, അദ്ദേഹത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു അഭിമാനമാണ്. കാര്യം അദ്ദേഹം RSP എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് ഒരു നല്ല പ്രാസംഗികനാണ്. അദ്ദേഹത്തിന്റെ 1-2 പ്രസംഗമൊക്കെ ഞാൻ കേട്ടിരുന്നു. ആ ആശയം മടുത്തുകൊണ്ട് ദേശീയതയിലേക്ക് വന്നാണ് അദ്ദേഹം അടക്കമുള്ള ഡോക്ടർ പ്രതാപ് ഡോക്ടർ ഒരു അത്യാവശ്യമായ ഒരു പ്രസ് മീറ്റിംഗിന്റെ കാര്യമായി ബന്ധപ്പെട്ട് പോയതാണ്. കൊല്ലത്ത് നമ്മുടെ പ്രധാന ഡോക്ടർ അടക്കം, ഞാൻ ആരെയും ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല. എല്ലാവരും അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച കഴിവുറ്റ നേതൃത്വം, ഒരു ജനപ്രതിയാകുവാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഈ നാടിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറുള്ള സഹപ്രവർത്തകരെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ച് ഈ 14 ദിവസക്കാലം അഹോരാത്ര പണിയെടുത്തുകൊണ്ട് ജയിപ്പിച്ച് അവരെല്ലാം ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനം ആ MLAമാർ അടക്കമുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇരുത്തി സ്വീകരിച്ച് സ്വീകരണം കൊടുത്ത് മാലയിട്ട് മെയ് മാസം 4-ാം തീയതി നമുക്കൊരു വലിയ ആഘോഷപൂരിതമാക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് ഈ നമ്മുടെ പൊതുയോഗത്തിന് നമ്മുടെ ഈ ഉദ്ഘാടന സഭയ്ക്ക് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചു കൊണ്ടുവന്നിട്ടുള്ള രാജീവേട്ടന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് രാജീവേട്ടനെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദക്ഷിണ മേഖലാ സെക്രട്ടറി ശ്രീ നെടുമ്പന ശിവൻ ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ ഏറെ നാളത്തെ ആഗ്രഹ പൂർത്തീകരണത്തിന് സമയമായിരിക്കുകയാണ്. അദ്ദേഹം
നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. വേദിയിലും സദസ്സിലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പുതിയ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ റിസൾട്ട്, അതിൻ്റെ തുടക്കമായിട്ടാണ് ഈ ദിവസം ഞാൻ കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികളും തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. 2026 അസംബ്ലി ഇലക്ഷൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് അവർ മാറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് കാണുന്നത്, ജനങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, പാർട്ടിയും NDAയും അങ്ങനെ തന്നെ കാണുന്നു. ഈ ഇലക്ഷൻ മാറ്റം കൊണ്ടുവരാനുള്ളൊരു ഇലക്ഷനാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം, നാടിൻ്റെ ദശയും ദിശയിലൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അപ്പോൾ ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വന്ന സ്ഥാനാർത്ഥികൾ BB ഗോകുമാർജി, VS ജിതിൻ ദേവ് ജി, KR രാജേഷ്, ഡോക്ടർ പ്രതാപ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സജി ഡി ആനന്ദ്, പിന്നെ മാവേലിക്കരുന്ന അജിമോൻ, അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പാർട്ടി നിങ്ങൾ മേൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ് തന്നിരിക്കുന്നത്. ഈ മാറ്റം കൊണ്ടുവരാൻ എല്ലാവരും ഒരുമിച്ച് അവരെ സഹായിച്ച് പ്രവർത്തകരോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഒരു നല്ല റിസൾട്ട് ഈ ഇലക്ഷനിൽ കൊല്ലത്തിന് ജനങ്ങൾക്ക് വേണ്ടി നേടണം എന്ന് ഞാൻ അവരെ അഭ്യർത്ഥിക്കുന്നു. എത്ര കൊല്ലമായി ഇവിടെ മാറി മാറി ഭരിച്ചത് UDFും LDF ആണ്. കൊല്ലം മാത്രമല്ല, കേരളം. UDF ഭരിച്ചു, UDF അവരെ വീഴ്ച, മുതലെടുത്തത് LDF അഴിമതി ചെയ്യുന്നു, അവർ മുതലെടുപ്പ് UDF. മാറി മാറി ഭരിച്ച് 70 കൊല്ലം ഭരിച്ച് നാടിനെ നശിപ്പിച്ചു. ഈ കേരളത്തിൻ്റെ സ്ഥിതി ഇന്ന് എന്താണെന്ന് നോക്കുമ്പോൾ, അവരെന്ത് പ്രചരണം ചെയ്താലും ആദ്യം പറഞ്ഞു ഒന്നായി തുടരാം. അപ്പോൾ BJP NDA ചോദിച്ചു, എന്ത് തുടരും? ശബരിമല കൊള്ള തുടരുന്നതാണോ? അഴിമതി തുടരുന്നതാണോ? അപ്പോൾ അത് മാറ്റിവെച്ചു. പിന്നെ പറഞ്ഞു മറ്റാരുണ്ട്? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഉണ്ടല്ലോ BJP NDA. അപ്പോൾ അത് മാറ്റിവെച്ചു. ഇന്നെന്താ പറയുന്നത്? കൊള്ളാലോ LDF, കൊള്ളാലോ കേരളം. ഇത് ഇല്ല, കൊള്ളുന്നില്ല, മാറ്റണം എന്ന് ജനങ്ങൾ പറയുന്നു. അത് എന്തുകൊണ്ട് പറയുന്നു? കാരണം ജനങ്ങൾക്ക് മതിയായി. ഇവരെ വിവാദ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, വ്യാജ വാഗ്ദാനങ്ങൾ സഹിച്ച് ഇതുവരെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ജനങ്ങൾക്ക് ഇപ്പോൾ അവരുടെ മുമ്പിൽ കാണുന്നത് നരേന്ദ്രമോദി നയിക്കുന്ന BJP NDA, നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുന്ന വികസിത രാഷ്ട്രീയം കാണുമ്പോൾ അവർ പറഞ്ഞു മതിയായി LDF, മതിയായി UDF, നമുക്ക് വേണം വികസിത കേരളം, നമുക്ക് വേണം വികസിത കൊല്ലം, നമുക്ക് വേണം BJP NDA. ഇവരുടെ അഹങ്കാരം നോക്കൂ. 2 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് 2 തവണ ജനങ്ങളുടെ വിശ്വാസം നേടി ഒരു മാൻഡേറ്റ് കിട്ടിയ ഒരു വ്യക്തിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു MLA ജനങ്ങളൊരു അവസരം കൊടുക്കുമ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് ജനങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു,
ഇതാണ് ഞാൻ വാഗ്ദാനം തന്നത്, വാക്ക് പാലിച്ചു എന്നല്ലേ പറയേണ്ടത്? മിന്നാന്ന് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഒരു യോഗത്തിൽ ഒരു സാധാരണ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? നിങ്ങൾ വീട്ടിൽ പോയി ചോദിക്കാൻ. ഇതാണോ ഡെമോക്രസി? ഇതാണോ ജനാധിപത്യ സംവിധാനം? ഇതിനു വേണ്ടിയിട്ടാണോ MLA-മാരെ പിന്നെ ജനങ്ങൾ അവസരം കൊടുക്കുന്നത്? എല്ലാ ഇലക്ഷനിലും എല്ലാ 5 കൊല്ലം ജനങ്ങളുടെ അവകാശമാണ് ചോദിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വാഗ്ദാനം കേട്ട് നിങ്ങൾ വോട്ട് തേടി വരുമ്പോൾ നിങ്ങൾക്ക് വോട്ട് ഞങ്ങൾ തന്നത് നിങ്ങൾക്കൊരു അവസരമായിട്ടല്ല തന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചോ എന്ന് ചോദിക്കണ്ടേ ജനങ്ങൾ? അത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു വീട്ടിൽ പോയി ചോദിക്കാൻ. ഇതാണ് അഹങ്കാരം. ഇതിനാണ് മാറ്റേണ്ടത്. അപ്പൊ ഇത് മാറ്റാൻ, ഒരു വികസനം കൊണ്ടുവരാൻ, വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ഈ രാജ്യത്തിൽ ഒരൊറ്റ പാർട്ടിയാണ് BJP NDA. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത് എന്താണ്? NDA എന്താണ് ഈ ഇലക്ഷന് പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ രാഷ്ട്രീയം വികസിത കേരളം, വികസിത കൊല്ലം. അതിൻ്റെ ഒപ്പം വിശ്വാസികളുടെ സംരക്ഷണം. അത് ആരാണെങ്കിലും, ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ, അവരെ വിശ്വാസം സംരക്ഷിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. BJP NDA ഭരണത്തിൽ വന്നാൽ വികസനം കൊണ്ടുവരും, അതിൻ്റെ ഒപ്പം അഴിമതിരഹിത ഭരണം കൊണ്ടുവരും, അതിൻ്റെ ഒപ്പം ശബരിമല കൊള്ളക്കാരെ ഓരോരോ പേരെ ജയിലിലയക്കും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. നരേന്ദ്രമോദിജി കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇത് മോദിന്റെ ഗ്യാരണ്ടിയാണ്. ഞങ്ങളുടെ അമ്പലങ്ങളിൽ സ്വർണം കൊള്ള ചെയ്യുന്നവർ, അവരെ പ്രോത്സാഹിക്കുന്നവർ, അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയക്കാരെ ഞങ്ങൾ ജയിലയക്കുമെന്ന് മോദിജിന്റെ ഗ്യാരണ്ടിയാണ്. അപ്പോ വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം, ഇതാണ് BJP NDAന്റെ ഒരു കാഴ്ചപ്പാടും ഇതാണ് ഞങ്ങൾ തരുന്ന വാഗ്ദാനം. ഈ സുരക്ഷിത കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു പാർട്ടിയുണ്ട്. ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണേ. കുറച്ച് കാലം ഞാൻ രാഷ്ട്രീയം ചെയ്തൊരു വ്യക്തിയാണ്. 20 കൊല്ലം രാഷ്ട്രീയത്തിലാണ്. കോൺഗ്രസ് പാർട്ടി പോലെ ഒരു നാണമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി ഈ ലോകത്തിലില്ല. ഈ പാർട്ടിക്ക് ജനങ്ങള് ഒരു അവസരമല്ല, 2 അവസരങ്ങളല്ല, എത്ര അവസരം കൊടുത്ത പാർട്ടിയാണ്. ഗരീബി ഹട്ടാവോ എന്നൊരു വാഗ്ദാനം കൊടുത്തു. ഗരീബി എവിടെയും പോയില്ല. അവരുടെ കീശയിൽ പണം പോയി. ആരുടെ കീശയിൽ? കോൺഗ്രസ്കാരുടെ കീശയിൽ. 10 കൊല്ലം UPA സർക്കാർ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഇന്ത്യ സർക്കാർ. 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. എന്തെങ്കിലും ചെയ്തോ? വട്ടപൂജ്യം. പക്ഷെ എന്തു ചെയ്തു? ഭീകരമായ അഴിമതിന്റെ ഒരു പുതിയ റെക്കോർഡൊക്കെ സെറ്റ് ചെയ്തു. ജനങ്ങൾ അവരുടെ MLA-മാർക്ക് എത്രയോ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 തവണയല്ല, 2 തവണയല്ല. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുന്നു, വേറെ ആരും ആലോചിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ പോയി. 20 കൊല്ലം MLA ആണ്. അദാലത്ത് നടത്തി BJP NDA. 5000 പേര് വന്നു. 5000 പേരിന്ന് 3800 സംതിങ് പരാതികൾ വന്നു. എന്താണ് പരാതി? കുടിവെള്ളമില്ല. 20 കൊല്ലം അവിടെ കുത്തിയിരിക്കുന്ന MLA-ന്റെ നിയോജക മണ്ഡലമാണ്. കുടിവെള്ളമില്ല, റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, തൊഴിലില്ല. പിന്നെ എന്തിനാണ് MLA ആവുന്നത്? സാധാരണ ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് MLA? പ്രസംഗിക്കാനോ വിവാദം സൃഷ്ടിക്കാനോ? അതല്ലല്ലോ ജനാധിപത്യ സംവിധാനം. ഒരു MLA എന്ന് പറഞ്ഞാൽ MLA-ന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളെ സേവിക്കാൻ. അതാണ് BJP NDA-ന്റെ രാഷ്ട്രീയ സംസ്കാരം. ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ സേവിക്കാനാണ്. ഇവര് രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കാനാണ്. അതാണ് വ്യത്യാസം. ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ 2 മുന്നണികളാണ്. 3 അല്ല, 2 എണ്ണം.
എന്താണ് ഞാൻ രണ്ടെന്ന് പറഞ്ഞത്? CPM-ഉം കോൺഗ്രസും രണ്ടല്ല ഒന്നാണ്. ഏത് കാര്യം നോക്കിയാൽ അവർ രണ്ടല്ല ഒന്നാണ്. ശബരിമല കൊള്ള ഒന്നാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് രണ്ടല്ല ഒന്നാണ്. അഴിമതിയിൽ രണ്ടല്ല ഒന്നാണ്. കുടുംബ രാഷ്ട്രീയം രണ്ടല്ല ഒന്നാണ്. അപ്പോൾ ഇതുവരെ ജനങ്ങൾക്കൊരു ഓൾട്ടർനേറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനാണ്. നാടിന്റെ ദിശയും നാട്ടുകാരുടെ ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷൻ, കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഇലക്ഷൻ. ആ ഇലക്ഷനിൽ ഒരു വശത്ത് LDF UDF, മറുവശത്ത് NDA BJP ആണ്. ഇതാണ് ഞങ്ങളുടെ സന്ദേശം, ഇതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ഈ ഇലക്ഷനിൽ നമ്മുടെ എല്ലാ MLA-മാർക്കും അവസരം തന്നാൽ ഇതുവരെ കാണാത്ത വികസനം ഇവർ കൊണ്ടുവരും എന്ന് ഞാൻ അവരുടെ പേരിൽ വാഗ്ദാനം തരുന്നു. ഒരു MLA, അതിൻ്റെ ഒപ്പം നരേന്ദ്രമോദിജി സർക്കാർ കൂടെ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നാട്ടിലും നാട്ടുകാരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് NDA BJP. ഇതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇത് ഞാൻ ഒരിക്കൽ കൂടി പാർട്ടീൻ്റെ പേരിലും പ്രവർത്തകരുടെ പേരിലും നമ്മുടെ MLA സ്ഥാനാർത്ഥി, MLA ആവാൻ പോകുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പേരിൽ ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നു. അവരെ സഹായിക്കണം, അവരെ ജയിപ്പിക്കണം, നാടിനെ മാറ്റണം, നാട്ടിന് വികസനം കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നമ്മുടെ ഈ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കും ഇവിടെ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചതിന് ശേഷം മാത്രമാണ് പിരിഞ്ഞു പോകേണ്ടത് എന്നറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അവരുകളെ ക്ഷണിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം വെസ്റ്റ് ജില്ലയുടെ ആസ്ഥാന മന്ദിരം ദീനദയാൽ ഭവൻ, അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചതിന് ശേഷമുള്ള ഈ പൊതുയോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാധ്യക്ഷൻ ശ്രീ പ്രശാന്ത് അവർകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷന്മാർ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ നേതാക്കന്മാർ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന കൊല്ലത്തെ പൗരപ്രമുഖന്മാർ, പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൊല്ലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6-7 ദശാബ്ദക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈജയന്തി പാറിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഈ നാട്ടിലെ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അനുഭൂതിദായകമായിട്ടുള്ളൊരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പാർട്ടിയുടെ പ്രവർത്തന രംഗത്തേക്ക് വരുന്ന സമയത്ത് സ്വാർത്ഥമായിട്ടുള്ള ലാഭങ്ങൾക്കും അതോടൊപ്പം തന്നെ ആഗ്രഹങ്ങൾക്കും അപ്പുറം പാർട്ടിയുടെ പ്രവർത്തകർക്കെല്ലാവർക്കും ഉള്ളത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ സംഘടനയെ പടുത്തുയർത്തി സംഘടന ഓരോ തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നം. ഭാഗ്യവശാൽ നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറത്തേക്കുമായി ഇന്ന് വളർന്നു പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ അഭിമാനപൂർവ്വം കടന്നു പോകുന്നത്. ആ രീതിയിൽ കടന്നു പോകുന്ന സമയത്താണ് കൊല്ലത്തെ പ്രവർത്തകർക്ക് അവർക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ദീനദയാൽ ഭവൻ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഈ ദീനദയാൽ ഭവൻ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച മുൻ ജില്ലാ അധ്യക്ഷന്മാരും നിലവിലുള്ള ജില്ലാ അധ്യക്ഷനെയും മുൻ ജില്ലാ അധ്യക്ഷന്മാരെയും അവരുടെ ടീമിനെയും അതോടൊപ്പം തന്നെ കൊല്ലത്തെ സഹപ്രവർത്തകരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എല്ലാ കാലഘട്ടങ്ങളിലും അധികാരത്തിലിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാലും കോൺഗ്രസിന്റെ ചരിത്രം നോക്കിയാലും അധികാരത്തിലെത്തുന്ന സമയത്ത് അപജയം സംഭവിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത്. 1917 ആരംഭിച്ച ബോൾഷെവിക് വിപ്ലവത്തിലൂടെ ആരംഭിച്ച്
ഒരു നൂറ്റാണ്ട് പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് മുഴുവൻ നാമാവശേഷമായി പോയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അധികാര കസേരകളിലെത്തുമ്പോൾ അധികാര ദുർപ്രഭുത്വം ബാധിച്ച് അതിൻ്റെ പേരിൽ അഴിമതിയും അരാജകത്വവും തൻപ്രമാണിത്വവും ഒക്കെ സൃഷ്ടിച്ച് ആ പ്രസ്ഥാനം ഇങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ദ്രവിച്ച് നശിച്ചു പോകുന്നതാണ് 100 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. അതുപോലെ തന്നെ 100 വർഷത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രമെടുത്താലും അധികാര സ്ഥാനത്ത് വരുമ്പോൾ ഏകാധിപതികളായിട്ട് മാറുകയും അവർ അതിലൂടെ സുഖലോലുപതയിലേക്കും കുടുംബാധിപത്യത്തിലേക്കും പോവുകയും അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ആദർശാധിഷ്ഠിതമാർന്ന ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ അടിസ്ഥാനമായി മുന്നോട്ട് പോകുമ്പോൾ, അധികാരം കിട്ടുമ്പോഴും അധികാരമില്ലാതിരിക്കുമ്പോഴും അത് വ്യക്തിക്കാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും ഒരേ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള ആദർശം തന്നെയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 12 വർഷമായി അധികാരത്തിലിരിക്കുന്ന BJP അധികാരത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതോടൊപ്പം തന്നെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിയും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ആദർശപരമായി മുന്നോട്ട് പോകുന്നു, സംഘടനാ തലത്തിൽ മുന്നോട്ട് പോകുന്നു. പാർട്ടിയുടെ പ്രവർത്തകർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിൽ സംഘടനയും മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അധികാരവും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് BJPക്കുള്ളത്. BJP ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായത് അധികാരം കിട്ടിയതിന് ശേഷമാണ്. BJPക്ക് ഇന്ന് ഇന്ത്യയിലെ 500-ൽ പരം ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള ഓഫീസുകളായത് അധികാരം കിട്ടിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ BJPക്ക് ഒരിടത്ത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേ സംസ്ഥാനങ്ങളിൽ അധികാരം കിട്ടുന്നത് ആ അധികാരത്തിനോട് നീതി പുലർത്തുന്നത് കൊണ്ടാണ്, ആ അധികാരം ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അതാണ് ഇന്ന് 20-ൽ പരം സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുള്ള പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറാൻ കാരണമായിട്ടുള്ളത്. ഈ രാജ്യം 3ാമതും നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിൽ 3ാമതും ഭരണം നടക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി എന്ന നിലയിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ പട്ടികജാതി MPമാരും MLAമാരുമുള്ള പാർട്ടി BJPയാണ്. ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള പാർട്ടി BJPയാണ്. ഏറ്റവും കൂടുതൽ ആദർശാത്മകമായിട്ട് മുന്നോട്ട് പോകുന്ന മഹാപ്രസ്ഥാനമായിട്ട് നമ്മുടെ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന നമുക്ക് കരുത്തു പകരുന്നതാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെന്ന് ഞാൻ സാന്ദർഭികവശാൽ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഉണ്ടാക്കുന്ന മാറ്റത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. 70 വർഷം കേരളം ഭരിച്ചവർക്ക് ഈ കേരളത്തിലെ ജനതയ്ക്ക് നൽകാൻ കഴിയാത്ത, അതേ സമയത്ത് കേരളത്തിലെ ജനതയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു മുദ്രാവാക്യമാണ് NDAയും BJPയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെ ഈ കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കേരളം ഭരിച്ച K കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസുകാർക്കും വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം സാക്ഷാത്കരിക്കാനോ ആ മുദ്രാവാക്യം കേരളത്തിന്റെ മുദ്രാവാക്യമായി ഉയർത്താനോ സാധിച്ചിരുന്നില്ല. ഈ കേരളത്തിന്റെ മുദ്രാവാക്യമായിട്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്നേക്ക് 1 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി സാക്ഷാൽ നരേന്ദ്രമോദി നമുക്ക് തന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ആ ദിവസമുണ്ടല്ലോ, കഴിഞ്ഞ മാർച്ച് മാസം 24-ാം തീയതി. ആ മാർച്ച് മാസം 24-ാം തീയതിയാണ് കേരളത്തിൽ BJPയുടെ മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യമാണ് എന്ന് ദിഗന്തങ്ങൾ പൊട്ടുമാറ് നമ്മൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചത്. ആ 1 വർഷം നീണ്ടുനിന്ന ആ പരിശ്രമത്തിലൂടെ ഇന്ന് കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ മുഴുവൻ പറയുന്നത് വികസിത കേരളം, വികസിത കേരളം, വികസിത കേരളം എന്നാണ്. എന്തിനേറെ 70 വർഷമായിട്ട് ഈ കേരളത്തെ വികസിപ്പിക്കാൻ വേണ്ടി നയാ പൈസയുടെ പണിയെടുത്തിട്ടില്ലാത്ത പിണറായി വിജയൻ പോലും ഇന്ന് AI ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രം വെച്ചിട്ട് പറയുന്നത് ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കാൻ പോകുന്നു എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം കടമെടുക്കേണ്ട ഗതികേടിലേക്ക് 70 വർഷം കേരളത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എത്തിയിരിക്കുന്നു. VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്കും ഇന്ന് പറയാനുള്ളത് ഞങ്ങൾ വന്നാൽ കേരളത്തിൽ പാലൊരുക്കും തേനൊഴുക്കും, ഞങ്ങൾ ഈ കേരളത്തെ എന്തൊക്കെയോ ആക്കി മാറ്റുമെന്നാണ്.
മിസ്റ്റർ പിണറായി വിജയൻ, മിസ്റ്റർ വി.ഡി. സതീശൻ, നിങ്ങൾക്ക് ഇതിനൊരു അവസരമുണ്ടായിരുന്നു കേരളത്തിൽ. 70 വർഷമായിട്ട് ഈ കേരളത്തെ മാറി മാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും, 70 വർഷമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരവസരമുണ്ടായിരുന്നു. ഈ നാട് നിങ്ങൾക്കൊരു അവസരം നൽകിയിരുന്നു, ഈ വികസിത കേരളം സൃഷ്ടിക്കാനുള്ള അവസരം. 70 വർഷക്കാലം കൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചത് വികസിത കേരളമല്ല, വികസിത കുടുംബങ്ങളെയാണ്. നിങ്ങളുടെ സ്വന്തം കുടുംബങ്ങളെ വികസിപ്പിക്കാനാണ് പിണറായി വിജയ, വി.ഡി. സതീശ നിങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളതെങ്കിൽ, ഇതാ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഈ കേരളത്തിലെ 3.25 കോടി മലയാളിയുടെ വികസനം, ഈ കേരളത്തിലെ 82 ലക്ഷം വരുന്ന കുടുംബങ്ങളുടെ വികസനം, അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ലക്ഷ്യമെന്ന് ഈ കേരളത്തിലെ സമൂഹത്തിനോട് പറയുന്ന വികസിത മുന്നേറ്റത്തിന്റെ കരുത്തുറ്റ പ്രയാണമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി സൃഷ്ടിക്കുന്ന മഹാ അത്ഭുതമുണ്ട്. ലോകത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ള ഭരണക്രമമായിട്ട് നരേന്ദ്രമോദിയുടെ ഭരണക്രമം ഈ രാജ്യത്ത് മാറുമ്പോൾ, ആ ഭരണക്രമത്തിന് അനുബന്ധമായിട്ട് ഈ കേരളത്തിൽ ഒരു പുതിയ മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ കേരളത്തിലെ 3.25 കോടി വരുന്ന മലയാളികളെ രാഷ്ട്രീയപരമായിട്ട് പക്ഷാഘാതം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് കൊണ്ടുചെത്തിച്ചത്. 5 വർഷം നമുക്ക് ഇടതുപക്ഷാഘാതം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 വർഷം വലതുപക്ഷാഘാതം. ഇങ്ങനെ ഈ 2 ആഘാതങ്ങൾക്കിടയിൽപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രാഷ്ട്രീയ സമൂഹമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് നേരത്തെ ശ്രീ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഇടത്തേക്കുമല്ല വലത്തേക്കുമല്ല, നേരിന്റെ മാർഗത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച മാർഗത്തിൽ, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിൽ, നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിൽ, ഇടത്തേക്കുമല്ല വലത്തേക്കുമല്ല, നേരിന്റെ പാതയിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നേറുന്നത്. ആ മുന്നേറ്റത്തെ സ്വീകരിക്കാൻ ഇന്ന് കേരളം തയ്യാറാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സമാനതകളില്ലാത്തൊരു തെരഞ്ഞെടുപ്പ്. ഈ കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിനെയല്ല ഇന്ന് കേരളം നേരിടുന്നത്. ഇന്ന് ഇടതുപക്ഷത്തിന് ബദലായി NDA ഉണ്ട്, ഇന്ന് വലതുപക്ഷത്തിന് ബദലായി NDA ഉണ്ട്. ഇടതിനും വലതിനും ബദലായി ഈ കേരളത്തിൽ ഒരു പുതിയ വികസന സന്ദേശമുണ്ട്. ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ വികസനവും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനമാണ്. ഈ കൊല്ലം ജില്ലയിലൂടെ പോകുന്ന ദേശീയപാത നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ നേട്ടമാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് 125 ദിവസത്തെ വേതനം ലഭിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണ്. പാവപ്പെട്ട കർഷകന് കാർഷിക സമ്മാൻ നിധി കിട്ടുന്നത് നരേന്ദ്രമോദിയുടേതാണ്. ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളായിട്ടുള്ളവർക്ക് ഗർഭ ശുശ്രൂഷയ്ക്ക് അവസരം, അതിനുവേണ്ടിയുള്ള സഹായം കിട്ടുന്നത് നരേന്ദ്രമോദിയുടേതാണ്. സകലമാന മനുഷ്യരെയും തൊട്ടു തലോടി പോകുന്ന അത്യുജ്വലമാർന്ന ഒരു ഭരണം നരേന്ദ്രമോദി ഡൽഹിയിലിരുന്ന് നടത്തുമ്പോൾ അതിന്റെ ഗുണഫലം കൊല്ലത്തുകാർക്കും നമ്മുടെ സാധാരണക്കാർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ആഗോളതലത്തിൽ നരേന്ദ്രമോദി നേതാവായിട്ട് ഉയർന്നതിന് പിന്നിലുള്ള ആ സൂത്രവാക്യം. രസതന്ത്രം അതാണ്. ആ രസതന്ത്രത്തിലൂടെ നമുക്ക് കേരളത്തെ മാറ്റേണ്ടിയിരിക്കുന്നു. ആ കേരളത്തെ മാറ്റാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഇത് നമ്മളുടെ ഏറ്റവും സുവർണാവസരമാണ്. ഈ അവസരം നമുക്ക് തരാൻ കേരളം സജ്ജമായിരിക്കുന്നു. 2020 ഉൾപ്പെടെയുള്ള വികസനം ഉയർത്തിപ്പിടിക്കുന്ന 2020 ഉൾപ്പെടെയുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ക്രിസ്ത്യൻ സഹോദരന്മാർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. പട്ടികജാതി സഹോദരന്മാർ നമ്മളോടൊപ്പമുണ്ട്. അത്തരത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ അശ്വമേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെ പിടിച്ചുകെട്ടാൻ ഇടതിനും വലതിനും സാധ്യമല്ല. കേരളത്തിന്റെ അധികാരം കൊണ്ട് മാത്രമേ ഇനി ഈ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് ഈ കേരള സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് വികസിത കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ആ മഹാദൗത്യത്തിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് ഈ ദീനദയാൽ ഭവനിൽ നിന്ന് നമുക്ക് ആരംഭം കുറിക്കാം. വിശ്രമമില്ലാതെ ആ 15 ദിവസങ്ങൾ നമുക്ക് അതിനു വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദീനദയാൽ ഭവന്റെ ഉദ്ഘാടനത്തിനും അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള
സുന്ദരമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, എല്ലാവരും ഒന്നിനൊന്ന് കരുത്തു തെളിയിച്ച സ്ഥാനാർത്ഥികളാണ്. അവസരം പ്രയോജനപ്പെടുത്താൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളാണ്. കൊല്ലം ജില്ല പഴയതുപോലെയല്ല. ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ഈ ദീനദയാൽ ഭവനിലേക്ക് വരുന്ന ഇലക്ഷന്റെ ഫലം വരുന്ന ദിവസം നിരവധി MLA-മാർ താമര ചിഹ്നത്തിലും NDA-യുടേതുമായി ജയിച്ച് ഈ മഹാഭവനിലേക്ക് എത്തുന്ന ആ സുന്ദരമായിട്ടുള്ള നിമിഷത്തിനു വേണ്ടി എന്റെ സഹപ്രവർത്തകരെ കഠിനമായി പരിശ്രമിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത് മാതാ. അടുത്തതായി ആശംസ അറിയിക്കാൻ ശ്രീ BB ഗോപകുമാർ അവരെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ ആശംസ കഴിഞ്ഞാൽ ഉടൻ തന്നെ 2